ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഡോക്ടർ കെ നാം മസ്തൂർ കാ പത്ര എന്ന കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ബാക്കി നോക്കാം. തുമാരെ പാസ് ആത്തെ ഹെ ജബ് ബദൻ പർ ബച്ചെ ചിത്തടെ ഖീഞ്ച് കർ കാൻ ലഗാക്കർ സുനത്തെ ഹോ തും ഹമാരെ നംगे जिस्मों की आवाज़ खोजते हो शरीर के भीतर पर अगर एक नज़र शरीर के चितड़ों पर डालो तो वे शायद तुम्हें ज़्यादा बता सकेंगे क्यों घिस-पिट जाते हैं हमारे शरीर और कपड़े. बस एक ही कारण है दोनों का, वह एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं. तुम्हारे पास आते हैं जब ബദൻ പർ ബച്ചെ ചിത്തടെ ഖീഞ്ച് കർ. അതായത് തൊഴിലാളി ഡോക്ടറോട് പറയുകയാണ്, നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ വദൻ എന്ന് പറഞ്ഞാൽ ശരീരം, ബച്ചെ അവശേഷിച്ച, ചിത്തട കീറിയ തുണി, ഖീഞ്ച് കർ വലിച്ചിട്ട്. അതായത് ശരീരത്തിൽ അവശേഷിച്ച കീറിയ തുണിയുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ കാൻ ലഗാക്കർ സുനത്തെ ഹോ തും. കാൻ ലഗാക്കർ എന്ന് പറഞ്ഞാൽ ചെവി കൂർപ്പിച്ച്, ശ്രദ്ധയോടെ എന്നാണ് ഉദ്ദേശിച്ചത്. കാൻ ലഗാക്കർ സുനത്തെ ഹോ തും ഹമാരെ നംगे जिस्मों की आवाज़. നംഗ എന്ന് പറഞ്ഞാൽ നഗ്നമായ, ജിസ്മ് ശരീരം. നിങ്ങൾ ചെവി കൂർപ്പിച്ച്, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കാറുണ്ടല്ലോ നമ്മുടെ നഗ്നമായ ശരീരത്തിൻ്റെ ശബ്ദം. കാൻ ലഗാക്കർ സുനത്തെ ഹോ തും ഹമാരെ നംगे जिस्मों की आवाज़. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഞങ്ങളുടെ നഗ്നമായ ശരീരത്തിൻ്റെ ശബ്ദം കേൾക്കാറുണ്ടല്ലോ. അതായത് ഡോക്ടർ സ്റ്റെത്തൊക്കെ വെച്ച് ശ്രദ്ധയോടെ കേൾക്കുന്നതാണ് ഉദ്ദേശിച്ചത്. ഖോജ്തേ ഹോ കാരൺ ശരീർ കെ ഭീതർ. സ്റ്റെത്തൊക്കെ വെച്ച് ശരീരത്തിൻ്റെ ഉള്ളിൽ ഹൃദയമെടുപ്പ് ശ്രദ്ധയോടെ കേൾക്കുന്ന ഡോക്ടറെ കുറിച്ചാണ് കവി പറയുന്നത്. ഖോജ്ന അന്വേഷിക്കുക. ഖോജ്തേ ഹോ കാരൺ ശരീർ കെ ഭീതർ. ശരീരത്തിൻ്റെ അകത്ത് നിങ്ങൾ കാരണം അന്വേഷിക്കാറുണ്ടല്ലോ. അതായത് സ്റ്റെത്ത് വെച്ചിട്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ ഹൃദയമെടുപ്പ് ശ്രദ്ധിക്കുന്ന ഡോക്ടറെ കുറിച്ചാണ് കവി പറയുന്നത്. ഡോക്ടർ വളരെ ശ്രദ്ധയോടെ നമ്മുടെ അസുഖത്തിൻ്റെ കാരണം എന്താണെന്നാണ് അന്വേഷിക്കുന്നത്. पर अगर एक नज़र शरीर के चितड़ों पर डालो तो वे शायद तुम्हें ज़्यादा बता सकेंगे. एक नज़र शरीर के चितड़ों पर डालो. ഏക് നസർ എന്ന് പറഞ്ഞാൽ ഒരു നോട്ടം എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. നസർ എന്ന് പറഞ്ഞാൽ കണ്ണ്, ദൃഷ്ടി എന്നാണ് മീനിങ്. ഇവിടെ ഒരു പ്രാവശ്യം നോക്കുക. ഏക് നസർ ശരീർ കെ ചിത്തടോം പർ ഡാലോ. തൊഴിലാളി പറയാണ്, നിങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലൊന്നും അന്വേഷിക്കണ്ട, ഒരു തവണ ഞങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന ഈ കീറിയ വസ്ത്രത്തിലേക്ക് ഒന്ന് നോക്കൂ. ഏക് നസർ ശരീർ കെ ചിത്തടോം പർ ഡാലോ. ഒരു പ്രാവശ്യം നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ഈ കീറിയ വസ്ത്രത്തിലേക്കൊന്ന് നോക്കൂ. തോ വേ ഷായദ് തുമേ സ്യാദാ ബതാ സകേംഗെ. അങ്ങനെ ആവുമ്പോൾ ആ കീറിയ വസ്ത്രങ്ങൾ നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. ക്യോ ഘിസ്-പിട്ട് ജാത്തെ ഹേ ഹമാരെ ശരീർ ഔർ കപ്പടെ. എന്തുകൊണ്ടാണ് ഘിസ്-പിട്ട് ജാന എന്ന് പറഞ്ഞാൽ തേഞ്ഞു പോവുക. എന്തുകൊണ്ടാണ് തേഞ്ഞു പോകുന്നത്? ഹമാരെ ശരീർ ഔർ കപ്പടെ. ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ വസ്ത്രങ്ങളും എന്തുകൊണ്ടാണ് തേഞ്ഞു കീറിപ്പോകുന്നതെന്ന് ഞങ്ങളുടെ ദേഹത്ത് കിടക്കുന്ന കീറിയ വസ്ത്രം നിങ്ങളോട് പറഞ്ഞു തരും. അല്ലാതെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാരണം അന്വേഷിക്കേണ്ട ആവശ്യം ഇല്ല. ഒന്നുകൂടി പറയാം. तुम्हारे पास आते हैं जब बदन पर बचे चितड़े खींचकर कान लगाकर सुनते हो तुम हमारे नंगे जिस्मों की आवाज़. അതായത് തൊഴിലാളി ഡോക്ടറോട് പറയാണ്, നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ വരുമ്പോൾ, അതായത് ശരീരത്തിൽ അവശേഷിച്ച കീറിയ തുണിയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ചെവി കൂർപ്പിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കാറുണ്ടല്ലോ നമ്മുടെ നഗ്നമായ ശരീരത്തിൻ്റെ ശബ്ദം. അതായത് ഡോക്ടർ സ്റ്റെത്ത് വെച്ചിട്ട് ശ്രദ്ധയോടെ കേൾക്കുന്നതാണ് ഉദ്ദേശിച്ചത്. ശരീരത്തിൻ്റെ ഉള്ളിൽ ഹൃദയമെടുപ്പ് കേൾക്കുന്നു, ഡോക്ടർ ശ്രദ്ധിക്കാറുണ്ട്, അതാണ് പറയുന്നത്. ഖോജ്തേ ഹോ കാരൺ ശരീർ കെ ഭീതർ. സ്റ്റെത്ത് വെച്ച് ശരീരത്തിൻ്റെ ഉള്ളിൽ ഹൃദയമെടുപ്പ് ശ്രദ്ധയോടെ
കേൾക്കുന്ന ഡോക്ടറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. पर अगर एक नज़र शरीर के चितड़ों पर डालो तो वे शायद तुम्हें ज़्यादा बता सकेंगे. തൊഴിലാളി പറയാണ്, നിങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഏക് നസർ ശരീർ കെ ചിതടോം പർ ഡാലോ, ഒരു നോട്ടം, ഒരു തവണ ഞങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന ഈ കീറിയ വസ്ത്രത്തിലേക്ക് ഒന്ന് നോക്കൂ. तो वे शायद तुम्हें ज़्यादा बता सकेंगे क्यों घिसपिट जाते हैं हमारे शरीर और कपड़े. വസ്ത്രങ്ങൾ, ആ കീറിയ വസ്ത്രങ്ങൾ നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ വസ്ത്രങ്ങളും തേഞ്ഞു കീറിപ്പോയതെന്ന് ഞങ്ങളുടെ ദേഹത്ത് കിടക്കുന്ന ഈ കീറിയ വസ്ത്രം നിങ്ങളോട് പറഞ്ഞു തരും. അല്ലാതെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാരണം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. बस एक ही कारण है दोनों का, वह एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं. एक ही कारण है दोनों का, രണ്ടിനും ഒരേ ഒരു കാരണം തന്നെയാണ്. വഹ് एक छोटा सा शब्द है, അതൊരു ചെറിയ ശബ്ദമാണ്. ജിസെ സബ് ജാൻതേ ഹെ, അത് എല്ലാവർക്കും അറിയാം. पर कहता कोई नहीं, പക്ഷേ ആരും തന്നെ അത് പറയുന്നില്ല. ഓക്കെ, താങ്ക് യു.